गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरु साक्षात् परब्रह्मा तस्मै श्री गुरवे नमः. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇന്ന് നമ്മുടെ 6ാമത്തെ സത്സംഗമാണ്. ആദ്യത്തെ 5 പ്രാവശ്യത്തിൽ നമ്മൾ കുറച്ച് ലളിതമായിട്ടാണെങ്കിലും ആദ്യം ഭക്തിയും ഭക്തിമാർഗവും കണ്ടു. രണ്ടാമത് ക്ഷേത്രങ്ങളും ക്ഷേത്ര രൂപകൽപ്പനകളും കണ്ടു. മൂന്നാമത് പൂജകളും മന്ത്രങ്ങളും പൂജാവിധികളും നോക്കി. നാലാമത് നമ്മൾ കുറച്ച് താത്വികമായിട്ട് പോയിട്ട് പാലാഴി മഥനവും അതിൻ്റെ താത്വികമായിട്ട് ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കി. അഞ്ചാമത് നമ്മൾ കണ്ടത് ബ്രഹ്മസൃഷ്ടിയും അതിൻ്റെ താത്വികമായിട്ട്. ഇതെല്ലാം നമ്മളിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ പൂർണ്ണമായും വസിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ബാഹ്യലീലകളെല്ലാം നമ്മുടെ ഉള്ളിലും ഉണ്ടെന്നുള്ളതാണ്. അപ്പോഴേ കഴിഞ്ഞ 5 പ്രാവശ്യവും കുറച്ച് ഗഹനമായ വിഷയമായതുകൊണ്ട് ഇനിയും 1-2 സത്സംഗത്തിൽ കുറച്ച് ലളിതമായ കാര്യങ്ങളിൽ പോകാം എന്നൊരു രീതിയിലാണ് ഇന്ന് പോകുന്നത്. ഇന്നത്തെ വിഷയം സംഖ്യാപ്രധാനമായ ചില നാമങ്ങളാണ്. ചില കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നവഗ്രഹങ്ങൾ, നവധാന്യങ്ങൾ, അല്ലെ നവരത്നങ്ങൾ, പഞ്ചഭൂതങ്ങൾ, ഇതൊക്കെ നമ്മൾ സാധാരണ വായിക്കുമ്പോഴും പുരാണങ്ങളിലും ഒക്കെ കേൾക്കുന്നതാണ്. പക്ഷേ അത് എന്തൊക്കെയാണ് എന്നുള്ള ഒരു വിചാരമാണ് ഇന്ന്. പല ഏതാണ്ട് എൻ്റെ കളക്ഷനിൽ ഒരു 200-220 സംഗതികളുണ്ട്. അതിൽ കുറച്ച് 1 മുതൽ 18 വരെയുള്ളതാണ് എടുക്കുന്നത്. 1 മുതൽ 18 വരെയുള്ളതിൽ 13, 15, 17 ഇതിൻ്റെ ഒന്നും ഇല്ല. ബാക്കിയുള്ളത് മാത്രമേ ഉള്ളൂ. അതിനൊക്കെ ഒരു കാരണമുണ്ട്. അത് നമുക്കൊരു വിഷയത്തിൽ ഒരു ദിവസം സത്സംഗത്തിൽ അത് മാത്രമായിട്ട് പറയാമെന്ന് അരിമൺപിള്ള സാറും സമ്മതിച്ചിട്ടുണ്ട്. ആ വിഷയം മാത്രമായിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കവർ ചെയ്യാം. ഇന്ന് നമ്മുടെ 1ാമത്തെ സംഖ്യ, അതായത് ഇത് സംസ്കൃതത്തിലാണ് ഈ സംഖ്യകൾ പറയുന്നത്. ഏകം, ദ്വയം, ത്രയം, ചതുർ, പഞ്ചമം, ഷഷ്ടം, സപ്തമം, അഷ്ടമം, നവമം, ദശമം, ഏകാദശം, ദ്വാദശം, ത്രയോദശം, ചതുർദശം, പഞ്ചോദശം, ഷോഡശം, സപ്താദശം, അഷ്ടാദശം, അങ്ങനെ 18ആണ് എടുക്കുന്നത്. അത് ആണ് ഇന്നതിൽ 1. ആദ്യത്തെ സംഖ്യ 1. 1 എന്നുള്ള സംഖ്യയിൽ തുടങ്ങുന്ന നാമങ്ങൾ, ആ സംഖ്യയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് തുടങ്ങുന്ന നാമങ്ങൾ വളരെ കുറവാണ്. അതിൽ 1ാമത്തെ നാമം എല്ലാവർക്കും അറിയാം. കാരണം ഏകാത്മാ, പരമാത്മാവാണ്. ലോകത്ത് ഈ ജഗത്ത് മുഴുവനും, ഈ യൂണിവേഴ്സ് മുഴുവനും, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞെടുക്കുന്ന ഒരേ ഒരു ആത്മാവിനെയാണ് പരമാത്മാവ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ആ ഏകാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരമാത്മാവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഏകാത്മാ. ഇനിയുള്ളത് അടുത്ത 2ാമത്തെ ഏകകുണ്ടലൻ. ഈ സംസ്കൃതത്തിലാകുമ്പോൾ ഏകകുണ്ടല എന്ന് വരും. നമ്മൾ മലയാളത്തിലാകുമ്പം നഗാരം ചേരും. ഏകകുണ്ടലൻ എന്ന് പറയും. അത് ഒരു കുണ്ടലം മാത്രം ധരിക്കുന്നവനെയാണ് ഏകകുണ്ടലൻ എന്ന് പറയുന്നത്. അങ്ങനെ 3 പേരാണ് നമ്മുടെ പുരാണങ്ങളിലുള്ളത്. ഒന്ന് കുബേരൻ, ധനത്തിൻ്റെയൊക്കെ അധിപതിയായ കുബേരന് ഒരു കുണ്ടലമേ ഉള്ളൂ. 2ാമത്തെ ശ്രീകൃഷ്ണൻ്റെ ജ്യേഷ്ഠനായ ബലഭദ്രനും ഒരു കുണ്ടലമേ ഉള്ളൂ. 3ാമത്തേത് ഭഗവാൻ ശയിക്കുന്ന ആദിശേഷൻ, അതായത് അനന്തൻ എന്നൊക്കെ പറയുന്നത്, ആ ആദിശേഷനും ഒരു കുണ്ടലമേ ഉള്ളൂ.
ഈ 3 പേരെയാണ് ഏകകുണ്ടല എന്ന് പറയുന്നത്. ആ 3 പേരാണ് ഏകകുണ്ടല. ഇനി അടുത്ത ഏകം വരുന്നത് ഏകചക്രം. നമ്മൾ കേട്ടിട്ടുണ്ട് സൂര്യൻ രഥത്തിൽ കയറിയാണ് രാവിലെ മുതൽ നമ്മളിങ്ങനെ പോകുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. സൂര്യൻ്റെ രഥത്തിന് ഒരു ചക്രമേ ഉള്ളൂ. ഏകചക്രം എന്ന് പറഞ്ഞാൽ ഏകചക്ര എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ രഥം. ബാക്കി എല്ലാ രഥത്തിനും 2 ചക്രം കാണും, ചിലപ്പോൾ 4 കാണാം, അതൊക്കെ വരാം. പക്ഷേ സൂര്യൻ്റെ രഥത്തിന് ഒരേ ഒരു ചക്രമേ ഉള്ളൂ. അതിനെ നമ്മൾ കുറച്ച് വിശദമായിട്ട് പറഞ്ഞാൽ കാലചക്രം എന്നും പറയാം. കാരണം ദിനവും രാത്രവും മാറി മാറി വരുന്ന കാലചക്രമാണ്. കാലചക്രം ഒന്നേ ഉണ്ടാകാൻ വഴിയുള്ളൂ, 2 ഉണ്ടാകാൻ വഴിയില്ല. അതുകൊണ്ട് ഏകചക്രം എന്ന് പറയുന്നത് സൂര്യൻ്റെ രഥത്തിനെയാണ്. ഇനി അടുത്ത ഒരു ഏക ഉള്ളത് ഏകപർണ എന്നുള്ളതാണ്. ഏകപർണ എന്നുള്ളത് ശരിക്ക് ദുർഗാദേവിയുടെ സഹോദരിയാണ് ഈ ഏകപർണ എന്ന് പറയുന്നത്. ഹിമവാന് മേനകയിൽ 3 പെൺകുട്ടികളുണ്ടായി. 3 പെൺകുട്ടികൾ. അവർ ജന്മനാ തന്നെ വളരെ തപസ്സുകളുടെ കൂട്ടുള്ളവർ തന്നെയായിരുന്നു. അവരെല്ലാം ഈശ്വര ഇതുള്ളതാണ്. മേനകയിലുണ്ടായതാണ് ഹിമവാനാണ്. അതിൽ ഒരാൾ ഒരു ദിവസം ഒരില മാത്രം ഭക്ഷിച്ച് ജീവിച്ചു. ഒരില. ഇല എന്ന് പറഞ്ഞാൽ പർണമാണ്. ഏകപർണ എന്ന് അവർക്ക് പേര് വന്നു. ഒരില മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്നതുകൊണ്ട് അവൾക്ക് ഏകപർണ എന്ന നാമം വന്നു. അപ്പോൾ ഇനി നമ്മൾ പറയുമ്പോൾ അടുത്ത 2 പേരെയും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകാം. അടുത്ത ആൾ ഒരു പാടല എന്ന് പറയും. ഒരു പാടല മാത്രം. അവളുടെ പേര് ഏകപാടല എന്നാണ്. ഏകപാടല. പാടല എന്ന് പറഞ്ഞാൽ ഒരു അരിമണി, ഒരു ഗോതമ്പ് മണി, എന്തെങ്കിലും നവര നെല്ല്, ഒരു മണി അത് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് അവളുടെ പേര് ഏകപാടലാണ്. അടുത്ത ആൾ ഒന്നും കഴിച്ചില്ല, ഒന്നും കഴിക്കാതെ ജീവിച്ചു. അവരാണ് ഉമാദേവിയായിട്ട് ഭഗവാന്റെ ഭാര്യയായിട്ട് പോയ. അവരുടെ പേരാണ് നമ്മുടെ ഇവിടെ നിങ്ങൾ നമ്മുടെ സഹസ്രനാമം ലളിതാ സഹസ്രനാമൊക്കെ ചോദിക്കുമ്പോൾ മാമിയൊക്കെ പറഞ്ഞ അപർണ എന്നുള്ളത് അവർ. അപ്പോൾ ഈ അപർണയുടെയും ഏകപാടലയുടെയും സഹോദരിയാണ് ഏകപർണ. ഏകപാടലയും ഏകപർണം. ഇതാണ് ഒന്നിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. അടുത്ത നമ്മൾ 2 എന്ന സംഖ്യയെ ആസ്പദമാക്കി പോവുകയാണ്. 2 എന്ന് പറഞ്ഞാൽ ദ്വിജം എന്ന് പറയും. ദ്വിജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രാവശ്യം ജനിക്കുന്നവർ. 2 ജം ജനിക്കുക, 2 പ്രാവശ്യം ജനിക്കുന്ന വസ്തു. അതേതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പക്ഷികൾ ആദ്യം മുട്ടയായിട്ടും പിന്നീട് മുട്ട വിരിഞ്ഞ് ജീവനുള്ള പറവയായിട്ടും ചിറകൊക്കെയുള്ള ഇതായിട്ടും വരുന്നു. പിന്നെ പല്ല്, കുട്ടികളിലൊക്കെ പല്ല് ആദ്യം ഉണ്ടായി ആ പല്ല് പൊഴിഞ്ഞു പോയിട്ട് വേറെ പല്ല് വരും. ആ രണ്ടാമത് വരുന്ന പല്ലിനെയും ദ്വിജം എന്ന് പറയുന്നത്. ദ്വിജദന്തം എന്നൊക്കെ പറയും. രണ്ടാമത് ജനിച്ച പല്ല് എന്ന് പറയും. പിന്നെ മൂന്നാമത് സർപ്പം. ഇത് വേണം മുട്ട വിരിഞ്ഞിട്ടൊക്കെയാണ് സർപ്പങ്ങളുണ്ടാകുന്നത്. പിന്നെ മത്സ്യം. ഇങ്ങനെ കുറേ ജനന ജീവികളുണ്ട്. അതെല്ലാം ദ്വിജം 2 പ്രാവശ്യം ജനിക്കുന്നവരാണ്. ജീവിതത്തിൽ 2 പ്രാവശ്യം ജനിക്കുന്നവരാണ്. ഇനി മനുഷ്യരുടെ കൂട്ടത്തിൽ ദ്വിജൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനാണ്. ഒരു ബ്രാഹ്മണൻ ജനിച്ചു കഴിഞ്ഞാൽ ഉപനയനം സമയത്ത് ആ മകനെ ആ അച്ഛനും അമ്മയും ദൈവത്തിന് കൊടുക്കുകയാണ്, ദേവന് കൊടുക്കുകയാണ്. കൊടുത്തു, ആ മകനെ വിട്ടു. അത് ഉപനയനം കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. ഉപനയന സമയത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഭഗവാന് കൊടുക്കുകയാണ്. പിന്നെ ആ ദേവനിൽ നിന്നും തിരിച്ചു വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് 2ാം ജന്മമാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മണരെ ദ്വിജന്മാർ എന്ന് പറയുന്നത്. 2 പ്രാവശ്യം ജനിച്ചവരാണ് അവർ. ഒരു പ്രാവശ്യം ജനിച്ചിട്ട് അച്ഛനമ്മയും ദേവന് സമർപ്പിച്ചു, പിന്നെ ദേവനിൽ നിന്നും സ്വീകരിച്ചിട്ടാണ് അങ്ങനെ ബ്രാഹ്മണരുണ്ടായത്. ഇനി 2നെ സംബന്ധിച്ച സംഖ്യയിലുള്ള പ്രധാനമായിട്ടുള്ളത് ദ്വിജുഹ്വൻ. ജിഹ്വൻ എന്ന് പറഞ്ഞാൽ നാക്ക്. അത് സർപ്പങ്ങളെയാണ് പറയുന്നത്. സർപ്പങ്ങൾക്ക് നാക്ക് മുറിഞ്ഞിട്ട് നാക്കിൻ്റെ അറ്റം 2ആയിട്ടിരിക്കും. അത് ദ്വിജിഹ്വൻ എന്നാണ് സർപ്പങ്ങളെ പറയുന്നത്. അതിനും ഒരു കാരണമുണ്ട്. ഗരുഡൻ വിനിതയുടെയും കദ്രുവിൻ്റെ മക്കളായിരുന്നു സർപ്പങ്ങൾ. വിനിതയുടെ മകനായിരുന്നു ഗരുഡനും അരുണനും. ആ കഥയിലോട്ട് ഞാൻ പോകുന്നില്ല. അപ്പോഴേ ഈ ചേട്ടത്തെയും അനിയത്തിയും തമ്മിലുള്ളത്, ഈ വിനിതയെ കദ്രു ഒരുപാട് ദ്രോഹിക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു ശത്രുതയോടുകൂടിയൊക്കെ പെരുമാറി ഒരു എന്താ നമ്മുടെ ഒരു സ്ലേവറി പോലെ ഒക്കെ ആക്കി, തൻ്റെ സ്ലേവ് പോലൊക്കെ സൂക്ഷിച്ചു. അപ്പം ഗരുഡൻ വലുതായതിനു ശേഷം അമ്മയ്ക്ക് മോചനം കിട്ടാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ കദ്രു പറഞ്ഞത്, നീ പോയിട്ട് ദേവലോകത്ത് പോയിട്ട് അമൃതം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുക്തി തരാം എന്ന് പറഞ്ഞു. ശരി, ഗരുഡനല്ലേ, ഗരുഡൻ്റെ കഴിവ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഗരുഡൻ നേരെ ദേവലോകത്ത് ചെന്നു. ദേവേന്ദ്രൻ പോലും പേടിച്ചു പോയി. അപ്പോൾ പറഞ്ഞ് എനിക്കിത് വേണം. എന്താ
ഇത് തരാൻ പറ്റത്തില്ല, എനിക്ക് ഈ ഒരു ആവശ്യം, അത് കഴിഞ്ഞ് നിങ്ങൾ എന്തുകൊണ്ടും ചെയ്തു, എനിക്ക് എൻ്റെ അമ്മയ്ക്ക് മുക്തി വാങ്ങിച്ചു, അവരുടെ നിന്നുള്ള ഇത് മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ദേവേന്ദ്രൻ അത് കൊടുത്തു, ഇത് കൊണ്ടുവന്ന് ഇത് കദ്രുവിന് കൊടുത്തു. പിന്നെ ഞങ്ങളുടെ അമ്മയെ ഇതിൽ നിന്ന് മുക്തമാക്കാൻ പറഞ്ഞു, മുക്തമാക്കി. എന്നിട്ട് അവർ പോയി. ഈ സമയത്ത് ഇത് കഴിക്കണമല്ലോ, ഈ കുംഭം താഴെ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദർഭയിൽ വിരിച്ചിട്ട് ദർഭയിൽ ഈ അമൃതകുംഭം വെച്ചിട്ട് ഈ സർപ്പങ്ങളൊക്കെ കുളിക്കാൻ പോയി. കുളിച്ച് കഴിഞ്ഞിട്ട് ഈ പ്രസാദങ്ങളൊക്കെ കഴിക്കാമല്ലോ, അതിന് പോയി. ഈ സമയത്ത് എന്ത് ചെയ്തു, ദേവേന്ദ്രൻ വന്നിട്ട് ഇത് തിരിച്ച് മോഷ്ടിച്ചും കൊണ്ടുപോയി. അയ്യോ, ഇവർ കുളിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വലിയ കഷ്ടം, വലിയ കാര്യത്തെ കിട്ടി അമൃതെല്ലാം പോയല്ലോ. അപ്പോൾ അവരെല്ലാം നോക്കിയപ്പോൾ ഇത് ഇരുന്ന സ്ഥലത്തൊരു ചെറിയൊരിതുപോലെ കണ്ടു. അത് പോയിട്ട് അവരുടെ നാവ് കൊണ്ട് നക്കിയപ്പോൾ ആ ദർഭ കൊണ്ട് ഈ സർപ്പങ്ങളുടെയൊക്കെ നാവ് കീറി. അതുകൊണ്ടാണ് സർപ്പങ്ങളെ ദ്വിജിഹ്വൻ എന്ന് പറയുന്നതെന്നുള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ നാമം കൊണ്ടുള്ളത്. മൂന്നാമത്തേത് കൊണ്ട് കുറേ സംഗതികളുണ്ട്. ഏറ്റവും കൂടുതലുള്ള 7, 8, 9 എങ്കിലും 3ൻ്റെ കുറച്ച് പ്രധാനമായിട്ടുള്ള പറയാം. നമുക്ക് അന്യരെ സഹായിക്കാനായിട്ട് ദൈവം ചില കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിനെ ത്രികരണങ്ങൾ എന്ന് പറയും. 3 കരണമാണ്. ഒന്ന് മനസ്സ്, വാക്ക്, ശരീരം. അതിൻ്റെ വേറൊരു ഭാഷ്യമുണ്ട്, ധനം, വാക്ക്, ശരീരം. ധനം കൊണ്ട് അപ്പോൾ ഈ മനസ്സോ ധനമോ, ബാക്കി വാക്കും ശരീരവും. ഇവ തന്നിരിക്കുന്നത് ഇവ കൊണ്ട് അന്യരെ സഹായിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ സഹജീവികൾ, മനുഷ്യർ മാത്രമല്ല, ഏത് ജീവികളും നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ കൂടെയുള്ള സഹജീവികളായുള്ള എല്ലാവരെയും സഹായിക്കാനാണ് ഈ ത്രികരണങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത്. ഇനി മനുഷ്യ ശരീരത്തിൽ ത്രിനാഡികൾ, നമുക്കറിയാം, വെർട്ടിബ്രൽ ഗോളത്തിൻ്റെ നടുക്കൂടെ സുഷുപ്ന നാഡിയും 2 സൈഡിൽ കൂടി ഇഡാപിംഗല നാഡിയും, 3 നാഡികളാണ് പോകുന്നത്. അതിൽ ഇടത്തെ സൈഡിൽ കൂടെ പോകുന്നത് നമ്മുടെ വലത്തെ സൈഡ് കൺട്രോൾ ചെയ്യും, വലത്തെ സൈഡിൽ കൂടെ പോകുന്ന ഇടത്തെ സൈഡ് കൺട്രോൾ ചെയ്യും. മറ്റേ നമുക്ക് മോക്ഷമാർഗം, നമ്മൾ യോഗയിൽ കൂടിയൊക്കെ നമ്മൾ ആത്മീയമായിട്ട് ഉയരാനുള്ളതാണ് നമ്മുടെ സുഷുപ്ന നാഡി. അങ്ങനെയാണ് ത്രിനാഡികൾ, അതായത് ഇഡ, പിംഗല, സൂക്ഷ്മ. ഇനി ശരീരത്തിൽ ത്രിദോഷം ഉണ്ട്, 3 ദോഷങ്ങളുണ്ട്. അതാണ് വാദം, പിത്തം, കഫം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ത്രിപഥം, നമ്മൾ സഞ്ചരിക്കേണ്ട വഴികളാണ് പഥം. ഒന്ന് കർമ്മത്തിൻ്റെ വഴി, കർമ്മം, ജ്ഞാനം, ഉപാസന. കർമ്മത്തിൻ്റെ വഴിയിൽ കൂടെയും ജ്ഞാനത്തിൻ്റെ വഴിയിൽ കൂടെയും ഉപാസനയുടെ വഴിയിൽ കൂടിയാണ് നമ്മൾ ജീവിതത്തിൽ ഉയരാൻ വേണ്ടി യാത്ര ചെയ്യേണ്ടത്. ഇനി ആയുർവേദത്തിൻ്റെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ത്രിഫല, പലപ്പോഴും നമ്മൾ കഴിക്കാനുള്ള ഡൈജഷൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് കഴിക്കാനുള്ള ത്രിഫല, 3 ഫലങ്ങളാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടുക്ക, നെല്ലിക്ക, താന്നിക്കായ. കടുക്കയും നെല്ലിക്കയും താന്നിക്കായും ചേരുന്നതാണ് ത്രിഫല എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ശരീരത്തിൽ നമ്മൾ നേരത്തെ നമ്മുടെ സത്സംഗത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, 3 ശരീരങ്ങളാണ് നമുക്കുള്ളത്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം. ഒന്ന് സ്ഥൂല ശരീരം, നമ്മുടെ ഈ രൂപത്തിലുള്ള ശരീരം. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളും മനസ്സും നമ്മുടെ അനുഭവങ്ങളും ഒക്കെയാണ്. അത് സൂക്ഷ്മമായിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇനി കാരണശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മഫലങ്ങൾ കൊണ്ടും പ്രാരബ്ധ കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ അടുത്ത ജന്മത്തിൽ ആരായിട്ട് ജനിക്കണം, നമ്മുടെ ആത്മാവിനെ എവിടെ കൊണ്ടുപോകണം, മോക്ഷം കിട്ടണോ, മുക്തി കിട്ടണോ, അതോ പുനർജന്മം എടുക്കണോ എന്ന് തീരുമാനിക്കുന്നത് കാരണശരീരമാണ്. അങ്ങനെ നമ്മുടെ ഈ ശരീരങ്ങളും 3 സ്ഥൂലം, സൂക്ഷ്മം, കാരണം. ഇനി 3 കൊണ്ടുള്ള സംഖ്യയിൽ ത്രികർമ്മങ്ങളാണ്, 3 കർമ്മങ്ങൾ ആണ് പറയുന്നത്. അത് 3 രീതിയിലുള്ള കർമ്മങ്ങളുണ്ട്. ഒന്ന് സൃഷ്ടി, സ്ഥിതി, സംഹാരം. അത് നമുക്കെല്ലാം അറിഞ്ഞ് നമ്മളതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ടുണ്ട്, അത് പറയുന്നില്ല. 2 പൂജകളിൽ യാഗം, വേദാധ്യായം, ദാനം. യാഗം ചെയ്യണം, വേദങ്ങൾ അഭ്യസിക്കണം, ദാനധർമ്മങ്ങൾ ചെയ്യണം. 3 സഞ്ചിതം, ആഗാമി, പ്രാരബ്ധം. ഇതാണ് ത്രികർമ്മങ്ങളിൽ 3. സഞ്ചിതം, ആഗാമി, പ്രാരബ്ധം. ഇതിൽ സഞ്ചിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുജ്ജന്മഫലം അനുഭവിച്ച ശേഷം ഇനി വരാനുള്ളത്, നമ്മൾ ആദ്യം അനുഭവിക്കേണ്ട മുജ്ജന്മഫലമാണ്. അതിൻ്റെ ഇതാണ് സഞ്ചിതമായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ബാങ്കിലൊക്കെ പറഞ്ഞ ബ്രോഡ് ഫോർവേഡ് അല്ലേ, ക്യാരിഡ് ഫോർവേഡ് കൊണ്ടുപോകുന്നതാണ് ബ്രോഡ് ഫോർവേഡ്. അതാണ് സഞ്ചിതമായിട്ടുള്ളത്. ആഗാമി എന്ന് പറയുന്ന കർമ്മം വരാൻ പോകുന്ന കർമ്മമാണ്. പ്രാരബ്ധകർമ്മം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതാണ് പ്രാരബ്ധകർമ്മങ്ങൾ. ഇങ്ങനെ 3 കർമ്മങ്ങളാണ് നമ്മുടെ മനുഷ്യർക്ക് ജീവിതത്തിൽ ഉള്ളത്. ഇനി ശക്തിയാണ്, ത്രിശക്തി. 3 ശക്തികളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് പ്രഭുശക്തി, ഉത്സാഹശക്തി, മന്ത്രശക്തി. ഈ ശക്തികൾ രാജാക്കന്മാർക്ക് വേണമെന്നാണ് പറയുന്നത്. പ്രഭുശക്തി, ഉത്സാഹശക്തി, മന്ത്രശക്തി.
അടുത്തത് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഇച്ഛ, ജ്ഞാനം, ക്രിയ, ഈ ശക്തികൾ ഈശ്വരനുള്ളതാണ്, ഭഗവാന്റെയാണ്. അടുത്തതോ നിയമശക്തി, സഞ്ചാരശക്തി, ജ്ഞാനശക്തി, ഇത് ജീവികൾക്കുള്ളതാണ്. അപ്പം മനുഷ്യർക്കും രാജാവിനും ദൈവത്തിനും 3 ശക്തികളാണ് ആവശ്യം എന്നുള്ളതിനെ വെച്ചിട്ടാണ് ത്രിശക്തികൾ എന്ന് പറയുന്നത്. ആ ത്രിശക്തി എന്ന നാമത്തിൻ്റെ പുറകിൽ 3 എണ്ണം ഉണ്ട്, ശരിക്കും 3 9 എണ്ണം ഉണ്ട്. ഇനി അടുത്തത് ത്രിഗുണങ്ങളാണ്. അത് സത്വം, രജോ, തമോ ഗുണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. സത്വഗുണമെന്ന് പറഞ്ഞാൽ ജീവൻ, ചൈതന്യം, വസ്തു, ബുദ്ധി. അതായത് ഇംഗ്ലീഷിൽ ഹാപ്പിനെസ്, ഹാർമണി, പ്യൂരിറ്റി ആൻഡ് പോസിറ്റീവ് പേഴ്സൺ ആയിരിക്കും. അതാണ് സത്വഗുണമുള്ള ആൾ. രജോ ഗുണമുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി രാജാവിൻ്റെ കൂട്ടുള്ളവരാണ്. വികാരപരവശത, കുറ്റം, പാപം, രഞ്ജിപ്പിക്കൽ, ഇതൊക്കെയാണ്. പാഷനേറ്റ്, സെൽഫ് ഇൻ്റലിജൻസ്, സെൽഫ് സെൻറ്റേർഡ് പേഴ്സൺ, അതൊക്കെയാണ് രജോ ഗുണം. തമോ ഗുണത്തിൽ പറയുന്നത് ഇരുട്ട്, മോഹത്തിന് കാരണമായ ഇരുട്ടാണ് തമസ് എന്ന് പറയുന്നത്. അതായത് അന്ധത, അലസത, ഇങ്ങനെയൊക്കെ മടിയന്മാരെയൊക്കെയാണ് ശരിക്ക് തമോ ഗുണം. അപ്പോൾ അതാണ് ത്രിഗുണങ്ങൾ. ഇനി ഈ വിഷയം കുറച്ച് നമുക്ക് പറയാം, വേഗം പറയേണ്ട. കൂടത്രയം എന്ന് പറയുന്ന സംഗതിയുണ്ട്, പലരും കേട്ട് കാണും. കൂടത്രയം, കൂടത്രയത്തിൽ വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം എന്ന 3 കൂടത്തിനെയാണ് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലളിതാ സഹസ്രനാമമൊക്കെ ജയിക്കുമ്പോൾ ശ്രീവിദ്യാമന്ത്രം വളരെ പ്രസിദ്ധമാണ്. ശ്രീവിദ്യാമന്ത്രത്തിന് പഞ്ചദശാക്ഷരി മന്ത്രം എന്ന് പറയും. അതിന് 15 അക്ഷരമുള്ള മന്ത്രത്തിനെയാണ് പഞ്ചദശാക്ഷരി മന്ത്രം. അത് ശരിക്ക് ഓം ക എ ഇ ല ഹ്രീം ഹ സ ക ല ഹ ല ഹ്രീം സ ക ല ഹ്രീം, ഇതാണ് 15 അക്ഷരം വരുന്ന ശരിക്ക് പഞ്ചാദശാക്ഷരി മന്ത്രം, ശ്രീവിദ്യാമന്ത്രം എന്ന് പറയുന്നത്. ഈ മന്ത്രത്തെ 3 ഭാഗമായിട്ട് മാറ്റുന്നതാണ്, 3 കൂടമായിട്ട് മാറ്റും. അത് ഒന്ന് ആദ്യത്തെ 5 അക്ഷരങ്ങൾ, ആദ്യത്തെ 5 അക്ഷരങ്ങളിനെ വാഗ്ഭവകൂടം എന്ന് പറയും. ആദ്യത്തെ 5 അക്ഷരം എന്ന് പറയുമ്പം ക എ ഇ ല ഹ്രീം, ഇതാകുമ്പം വാഗ്ഭവകൂടമാണ്. ഇനി അടുത്ത 6 അക്ഷരം ചേരുന്നത് മധ്യകൂടം എന്ന് പറയും. അതായത് ഹ സ ക ഹ ല ഹ്രീം, ഇതാകുമ്പം മധ്യകൂടം. അവസാനത്തെ 4 അക്ഷരങ്ങൾ സ ക ല ഹ്രീം, ഇത് ശക്തികൂടം എന്ന് പറയും. ഇങ്ങനെ വിഭജിച്ചാണ് ഇത് പറയാറുള്ളതും ജപിക്കാറുള്ളതും. ഇതിനകത്ത് ഈ ദേവിയുടെ ശരീരമായിട്ടാണ് ഈ 15 അക്ഷരമുള്ള മന്ത്രത്തിനെ നമ്മൾ കാണുന്നത്. അതിൽ വാഗ്ഭവകൂടം ദേവിയുടെ മന്ത്രശരീരത്തിൻ്റെ മുഖമാണ്. മധ്യകൂടം എന്ന് പറഞ്ഞാൽ കഴുത്തിന് താഴെ കടിപ്രദേശം വരെ ഉള്ളതാണ് മധ്യകൂടം. ഇനി കടിപ്രദേശം മുതൽ പാദം വരെ ഉള്ളതാണ് അതാണ് താഴെയുള്ള നമ്മുടെ ശക്തികൂടം. അങ്ങനെ 3 ത്രികൂടങ്ങളായിട്ടാണ് ദേവി മഹാത്മ്യത്തിൽ ദേവിയുടെ ശരീരത്തെ നമ്മൾ കാണുന്നത്. അതിനെ ആ ദേവിയുടെ ശരീരത്തിനെ മുഴുവനും 15 അക്ഷരമായിട്ടാണ് നമ്മൾ ജപിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം, ഈ 3 കൂടത്തിനെയും കൂടെ ചേർത്ത് നമ്മൾ സംഖ്യാനാമത്തിൽ പറയുമ്പം ത്രികൂടം എന്ന് പറയും. അതാണ് അതിൻ്റെ പ്രധാനം. ഇനിയുള്ളത് താപത്രയങ്ങൾ. മനുഷ്യന് 3 വിധത്തിലുള്ള താപങ്ങൾ, താപം എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങൾ, വിഷമങ്ങൾ ഒക്കെ ഉള്ളതായിട്ടാണ് താപത്രയം എന്ന് പറയും. 3 വിധത്തിലാണിത്. ഒന്ന് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്, ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നൊക്കെ ഉണ്ട്. അതിൽ ആധ്യാത്മികം നമ്മൾ ഒന്നിച്ച് പറയുമെങ്കിലും ആ വാക്കിനെ പറയേണ്ടത് ആദി ആത്മികം, ആദിഭൗതികം, ആദിദൈവികം. അപ്പോൾ ആധ്യാത്മികം, ആദിഭൗതികം, ആദ്യദൈവികം എന്നൊക്കെ പറയുമെങ്കിലും ഇങ്ങനെ മുറിച്ചാണ് അത് പറയേണ്ടത്. ആധ്യാത്മികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ കർമ്മദോഷം കൊണ്ട് ഉണ്ടാകുന്ന ദുഃഖങ്ങൾ, അതായത് അതിമോഹം, പണം ഇരട്ടിപ്പിക്കാൻ നോക്കുക, ഒളിച്ചോട്ടം, മോഷണം, അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ, നമ്മൾ വരുത്തി വെക്കുന്ന ദുഃഖങ്ങൾ, നമ്മുടെ കർമ്മം കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ഉണ്ടാക്കി വെക്കുന്ന ദുഃഖങ്ങളെയാണ് ആധ്യാത്മികം. അതാണ് ആധ്യാത്മികം എന്ന് പറയുന്നത്. ചിലർ വിചാരിക്കും ആധ്യാത്മികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ കാര്യമൊക്കെ പറയുന്നതാണ്. അങ്ങനെ അല്ല കേട്ടോ. നമ്മൾ വരുത്തി വെക്കുന്ന ദുഃഖങ്ങളാണ് ആധ്യാത്മികം എന്ന് പറയുന്നത്. ആദിഭൗതികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായ പഞ്ചഭൂതങ്ങൾ, നമുക്ക് വായു, അഗ്നി, ജലം, ഇങ്ങനെയുള്ള നമ്മുടെ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ദുഃഖങ്ങൾ, വെള്ളപ്പൊക്കം ഉണ്ടാകുക, അതുണ്ടാകുക, തീപിടുത്തം ഉണ്ടാകുക, ഇതൊക്കെ ആദിഭൗതികമായിട്ട് ഉള്ളതാണ്. അല്ലെങ്കിൽ വേറൊരാൾ നമ്മളെ ദ്രോഹിക്കുന്നത്, അത് ഭൗതികമാണ്. വേറെ ഒരാളിൽ നിന്നും നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങളാണ്.
അടുത്തത് ആദിദൈവികം. ഇതിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലല്ല, പൂർണ്ണമായും ഇതിൻ്റെ നിയന്ത്രണം ഭഗവാന്റെ കയ്യിലാണ്. അതാണ് നമ്മൾ വലിയ സുനാമി വരിക, വല്ല എർത്തിക്വേക്ക് വരിക, വരൾച്ച, ഇടിമിന്നൽ, ഇങ്ങനെയൊക്കെ ചില അഗ്നിപർവ്വതങ്ങൾ പൊട്ടുക, ഇതൊന്നും മനുഷ്യൻ്റെ ആരുടെയും കൺട്രോളിലല്ല, പ്രകൃതിയുടെ പോലും കൺട്രോളിലല്ല, അത് ഭഗവാന്റെ കൺട്രോളിലാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ 3 ദുഃഖങ്ങളെ, താപങ്ങളെ താപത്രയങ്ങൾ എന്ന് പറയുന്നു. ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം. ഇനി 3ലുള്ളത് സന്ധ്യകളാണ്. ത്രിസന്ധ്യ. നമ്മൾ സാധാരണ ത്രിസന്ധ്യ എന്ന് പറയുന്നത് എല്ലാവരും വിചാരിക്കും വൈകിട്ട് വളർത്താത്ത ത്രിസന്ധ്യയ്ക്ക് നാമം ചോദിക്കുന്നു. പക്ഷെ അത് ത്രിസന്ധ്യ എന്ന് പറയുന്നത് ഈ ഒന്ന് ഉഷകാലം പ്രാതസന്ധ്യ എന്ന് പറയും, പിന്നെ പിതൃകാലം മധ്യാഹ്ന സന്ധ്യ, പ്രദോഷകാലം സായം സന്ധ്യ. ഇങ്ങനെ 3ആണ്. പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ. അത് സൂര്യൻ്റെ ആ ഉദിച്ചു വരുന്ന സമയവും ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്നതും രാത്രിയിൽ അസ്തമിക്കാൻ പോകുന്ന സമയമാണ്. ഇതിന് സമയക്രമമുണ്ട്. അപ്പോൾ പ്രഭാത സന്ധ്യ എന്ന് പറയുന്നാൽ രാവിലെ 4:30 മുതൽ 5:45 വരെയുള്ള സമയമാണ്. മധ്യാഹ്ന സന്ധ്യ എന്ന് പറഞ്ഞാൽ 12:30, ഉച്ചയ്ക്ക് 12:30 മുതൽ 2:15 വരെയുള്ള സമയമാണ്. ഉച്ചയ്ക്ക് ആണ് മധ്യാഹ്ന സന്ധ്യ. ഇനി സായം സന്ധ്യ, പ്രദോഷകാലം എന്ന് പറയുന്നത് വൈകിട്ട് 5:30 മുതൽ 7:15 വരെയുള്ള സമയത്തിനെയാണ് നമ്മൾ സായം സന്ധ്യ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വർണ്ണങ്ങളുണ്ട്, ത്രിമൂർത്തികൾ. അത് പറയേണ്ട ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. നമ്മൾ അവരെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് നമ്മൾ പറയുന്നില്ല. അതാണ് ത്രിമൂർത്തികൾ. അടുത്ത നമ്മൾ 4 എന്ന സംഖ്യയിലോട്ട് പോവുകയാണ്. 4-ൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന് 4 മുക്തികളാണ്. നമുക്ക് ജീവൻ മുക്തി കിട്ടുക, മോക്ഷം കിട്ടുക എന്നൊക്കെ പറയും. മുക്തികൾ ഇതാണ്. അതിൽ 4 എണ്ണമാണ്. ചതുർമുക്തികൾ എന്നാണ് അതിനെ പറയുന്നത്. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. സാലോക്യം എന്ന് പറഞ്ഞാൽ ഈശ്വരനുള്ള ആ ലോകത്ത് നമ്മളും എത്തുക എന്നുള്ളതാണ് സാലോക്യം. സാമീപ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തിരിക്കുക, ഭഗവാനോട് ചേർന്ന് ഭഗവാന്റെ അടുത്തിരിക്കാനുള്ള യോഗം ഉണ്ടാവുക. അർജുനനൊക്കെ ഭഗവാന്റെ കൂടെ അല്ലേ നടന്നത്, അതൊക്കെ സാമീപ്യമാണ്, ഭഗവാന്റെ സാമീപ്യത്തിലായിരുന്നു. സാരൂപ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭാഗവതത്തിൽ കാണാം, ഈ ഒരു വാസുദേവൻ്റെ രൂപം കെട്ടി നടന്ന ഒരാൾ ഉണ്ട് അല്ലേ. ഭഗവാൻ ഞാനാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് നടന്ന ഒരു കൃഷ്ണനുണ്ട്. അയാളുടെ അങ്ങനെ ആ ഒരു വേഷം കെട്ടി നടക്കുന്നവരും ഉണ്ട്. അത് സാരൂപ്യം. ആ രൂപത്തിൽ ചില ആൾക്കാരെ കണ്ടാൽ നമുക്ക് ദൈവത്തിൻ്റെ രൂപം തോന്നും, അതൊക്കെ സാരൂപ്യമാണ്. സായുജ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മാവ് ആ ആത്മാവിൽ അലിഞ്ഞു തീരുക, ഈശ്വരനിൽ അലിഞ്ഞു ചേരുന്നതിനെ മുക്തി കിട്ടുന്നതിനാണ് സായുജ്യം എന്ന് പറയുന്നത്. അതാണ് ചതുർമുക്തികൾ. ഇനിയോ ഇത് കിട്ടാൻ വേണ്ടി നമുക്ക് ചതുർഭക്തികൾ വേണം, 4 ഭക്തികൾ വേണം. ഒന്ന് പ്രവാഹപുഷ്ടി, മര്യാദപുഷ്ടി, പുഷ്ടി, ശ്രദ്ധപുഷ്ടി. പുഷ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ള, പുഷ്ടിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മര്യാദ, ശ്രദ്ധ, പ്രവാഹം ഇതെല്ലാം നമുക്ക് കൂടുതൽ വേണം എന്നുള്ളതുകൊണ്ട് 4 ഭക്തിമാർഗം. അതേപോലെ ഇതിന് തന്നെ 4 ആഹാരങ്ങളുണ്ട്, ചതുരാഹാരങ്ങൾ. ചതുരാഹാരങ്ങളിൽ ഒന്ന് ഖാദ്യം, അത് കടിച്ചു തിന്നുന്ന സാധനങ്ങൾ. പേയം, കുടിക്കുന്ന സാധനങ്ങൾ, പേയം. ഭോജ്യം, കഴിക്കുന്ന ചോറൊക്കെ കഴിക്കുന്ന, ഉരുള വെട്ടി കഴിക്കുന്ന സാധനങ്ങളും അതൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സോഫ്റ്റായിട്ടുള്ള സാധനങ്ങളാണ് ഭോജ്യം. അടുത്ത ലേഹ്യം. ലേഹ്യം നിങ്ങൾക്കറിയാം, എല്ലാവരും ആയുർവേദ ലേഹ്യമൊക്കെ ചവനപ്രാശമൊക്കെ കഴിച്ച് ശീലമുള്ളവരാണ്. അതായത് കുറച്ച് ലിക്വിഡും അല്ല എന്നാൽ സോളിഡും അല്ലാത്ത രൂപത്തിലുള്ള ലേഹ്യം. അതാണ് ചതുരാഹാരങ്ങൾ. ഇനി ചതുർഭദ്രം എന്ന് പറയും. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതിനെ ചതുർഭദ്രം എന്നാണ് പറയുന്നത്. ധർമാർത്ഥ കാമമോക്ഷം, അതാണ് ചതുർഭദ്രം. ഇനി ചതുർയോഗങ്ങൾ: ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, രാജയോഗം. അപ്പോൾ അതൊക്കെ എല്ലാം അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നത്, നിങ്ങളൊക്കെ പല പ്രാവശ്യം അത് കേട്ടിട്ടും സാധാരണ അറിയാവുന്നതുമാണ്. ചതുർവേദങ്ങൾ, അതും അറിയാം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ചതുരാശ്രമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതചര്യകൾ, ജീവിത ചര്യകളെയാണ് ആശ്രമങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്വം, വാനപ്രസ്ഥം, സന്യാസം. ഈ 4 ചതുരാശ്രമങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ആ പ്രവർത്തിക്ക് 4 വിധമുണ്ട്. അതിനെ ചതുർവിധങ്ങൾ എന്ന് പറയും. അതായത് ഉത്തമമായ വിധം, ഉത്തമം, മധ്യമം, അധമം, നികൃഷ്ടം.
അതാണ് 4 വിധം. ഏത് സംഗതികൾ ചെയ്താലും ഈ 4 വിധത്തിലേ ചെയ്യാൻ പറ്റും. ഉത്തമമായിട്ട് ചെയ്യാം, മധ്യമമായിട്ട് ചെയ്യാം, അധമമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നികൃഷ്ടമായിട്ട്. അതാണ് 4 വിധങ്ങൾ. ഇനി ചതുർവൃത്തികൾ, അതായത് ശരിക്കും ജീവജാലങ്ങളിലെല്ലാം ഉള്ള കാര്യങ്ങളാണ് ഈ 4 വൃത്തി എന്ന് പറയുന്നത്. എല്ലാ ജീവജാലങ്ങളും. 1 ഭുക്തി, 2 സുഷുപ്തി, അതായത് സുഷുപ്തി ഗാഠനിദ്ര, മൈഥുനം വിഹാരം, യാത്ര ചെയ്യുന്നതിനൊക്കെയാണ് വിഹാരം എന്ന് പറയുന്നത്. ഇനി ചതുർഹൃദ് ധർമ്മങ്ങൾ, മനസ്സിലുണ്ടാകുന്ന ധർമ്മങ്ങൾ 4 1 സങ്കല്പം, വികൽപ്പം, ധാരണ, അഭിമാനം. ഇത് 4 മനസ്സിൻ്റെ ധർമ്മങ്ങളാണ്, മനോധർമ്മങ്ങളാണ്. ഇത് ചതുർഹൃദ് ധർമ്മങ്ങൾ എന്നാണ് അതിനെ പറയുന്നത്. സങ്കല്പം, വികൽപ്പം, ധാരണ, അഭിമാനം. ഇനി സ്ത്രീകൾ 4 വിധത്തിലാണ്. അവരെ ചതുർ സ്ത്രീവർഗം എന്ന് പറയും. അതുവരെ പത്മിനി, ശംഖിനി, ഹസ്തിനി, ചിത്രിണി, ഇങ്ങനെ 4 രീതിയിലാണ് വർണ്ണിച്ചിട്ടുള്ളത്. അത് വളരെ വിശദമായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പത്മിനി ആണെന്നാണ് പറയുന്നത്. ഇതിൽ ഈ പത്മിനി, ശംഖിനി, ഹസ്തിനി സ്ത്രീവർഗത്തിൽ തന്നെ അവർക്ക് 4 വിധത്തിലുള്ളവരുണ്ട്. ജനിക്കുമ്പം മുതൽ 16 വയസ്സ് വരെയുള്ള സ്ത്രീയെ ബാല എന്ന് പറയും. 16 മുതൽ 30 വയസ്സ് വരെ ഉള്ളവരെ തരുണി എന്ന് പറയും. 30 മുതൽ 50 വയസ്സ് വരെയുള്ളവരെ പ്രൗഢ എന്നാണ് പറയുന്നത്. 50 വയസ്സിന് മേലുള്ളവരെ വൃദ്ധ എന്നും പറയും. ഇനി ചതുർ ഉപായങ്ങളാണ്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷന് വേണ്ടി ഉള്ള ഉപായങ്ങളാണ് 4. സാമം, ദാനം, ഭേദം, ദണ്ഡം. പ്രത്യേകിച്ച് ടീച്ചർമാരൊക്കെ ഇവരുണ്ട്, പറയേണ്ട ആവശ്യമില്ല, അവർക്കറിയാം. പിള്ളേരെയൊക്കെ അടിച്ചും പറഞ്ഞു നോക്കും, കേട്ടില്ലെങ്കിൽ അടിച്ചു നോക്കും, ഇല്ലയൊക്കെ ചെയ്യും. അപ്പോൾ സാമം, ദാനം, ഭേദം, ദണ്ഡം, ഇതാണ് നമ്മുടെ 4 ഉപായങ്ങൾ. ചതുർദേവതകൾ, ഇപ്പോൾ നമ്മൾ 337 ദേവതകൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരിക്കും ദേവതകളായിട്ട് നമ്മൾ മാനിക്കേണ്ടത് 4 പേരെയാണ്. മാതാവ്, പിതാവ്, ഗുരു, ദൈവം. മാതാപിതാ, ഗുരു, ദൈവം എന്ന് പറയുന്നതാണ് ചതുർദേവതകൾ. ഇനി 4 അറിവുകളാണ് നമുക്ക് ജ്ഞാനം കിട്ടാനുള്ള മാർഗങ്ങൾ. 4 വിധത്തിലാണ് വരുന്നത്. 1 ചൊല്ലറിവ്, അതായത് പറഞ്ഞു കേട്ട് വരുന്നത്. കണ്ടറിവ്, കണ്ടും കേട്ടും പഠിക്കുന്ന ഇത്. പിന്നെ കേട്ടറിവ്, കൊണ്ടറിവ്. ഈ 4 രീതിയിലാണ് മനുഷ്യൻ അറിവുകൾ നേടുന്നത്. ഇനി നാശമുണ്ടാകുന്ന പ്രളയം എന്നാണ് നശിക്കുന്നതിനെ പറയുന്നത്. ചതുർ പ്രളയങ്ങളാണ്, 4 രീതിയിലാണ്. നിത്യം, നൈമിഷികം, പ്രാകൃതം, അത്യന്തം. നിത്യം എന്നുമുള്ള ചില നാശങ്ങളുണ്ടാകാം. ശരീരത്തിലെ ഓരോ കോശങ്ങളൊക്കെ എന്നും നശിച്ചുകൊണ്ടേയിരിക്കുന്നു, അത് നിത്യമായിട്ടുള്ളതാണ്. നൈമിഷികം, പെട്ടെന്നുണ്ടായ എന്തെങ്കിലും ഒരു ആപത്ത് അല്ലെ നാശം. പ്രാകൃതം, എന്തോ വളരെ ദുഷ്കൃതമായ രീതിയിലുണ്ടായ ഒരു നഷ്ടം, നാശം. അത്യന്തം, ഈ കൽപ്പാന്ത കാലത്തുണ്ടാകുന്ന വലിയ പ്രളയം പോലൊക്കെയുള്ള അതൊക്കെ അത്യന്തമായ നാശങ്ങളായിട്ടാണ്. ഇനി ചതുർദാനങ്ങൾ, 4 വിധത്തിലാണ് ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടത്. 1 നിത്യം എന്ന് പറയും. ഇനി നൈമിത്തികം, നിത്യം എന്ന് വെച്ചാൽ എന്നും നമ്മൾ കൊടുക്കുന്ന ദാനധർമ്മങ്ങൾ. നൈമിത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിവില്ലാത്ത ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടി കൊടുക്കുന്ന ദാനമുണ്ട്, അതിനെ നൈമിത്തിക ദാനം എന്ന് പറയും. പിന്നെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി കൊടുക്കും ദാനം, അതിനെ കാര്യദാനം എന്ന് പറയും. പിന്നെ ഈശ്വരപ്രീതിക്കായിട്ട് ദാനം ചെയ്യും, അതിനെ വിമലം എന്നാണ് പറയുന്നത്. അങ്ങനെ 4 ചതുർദാനങ്ങൾ: നിത്യം, നൈമിത്തികം, കാര്യം, വിമലം. ഇങ്ങനെ 4 എണ്ണമാണ്. ചതുർമാസം, അതും നിങ്ങൾക്കൊക്കെ അറിയാം. കർക്കിടക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി മുതൽ വരുന്ന 4 മാസത്തെയാണ് ചതുർമാസം. നമ്മൾ വ്രതങ്ങൾ എടുക്കാനും ഗർഭിണി സ്ത്രീകളൊക്കെ അങ്ങനെയുള്ള വ്രതങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്യുന്ന ചതുർമാസ വ്രതങ്ങൾ പലരും എടുക്കാറുണ്ട്. സ്ത്രീകളൊക്കെ എടുക്കുന്നത് നല്ലതാണ്, പുരുഷന്മാരും എടുക്കുന്നത് നല്ലതാണ് കേട്ടോ, ഒന്നും കുഴപ്പമൊന്നുമില്ല, എടുക്കാം. ഇനി ചതുർസ്നാനം, കുളിക്കുന്നത്. വാരുണം, ആഗ്നേയം, ബ്രാഹ്മ്യം, വായവ്യം. അതിൽ വാരുണം എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് കുളിക്കുന്നത്, ആഗ്നേയം ഭസ്മം ധരിക്കുന്നത്, ബ്രാഹ്മ്യം മന്ത്രം ജപിച്ച് ശുദ്ധമാകുന്നത്, വായവ്യം എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ കുളമ്പടിയിൽ നിന്ന് വരുന്ന ആ പൊടി നമ്മുടെ ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാലും നമ്മൾ പിന്നെ കുളിക്കേണ്ട, ശുദ്ധമാവുന്നതാണ്. 8 കുളികളെക്കുറിച്ച് നമ്മുടെ 8ാമത്തെ നമ്പറിൽ വരുന്നുണ്ട്, അവിടെ വിശദമായിട്ട് ഞാൻ പറയാം. ഇനി നമ്മൾ പോകേണ്ട സ്ഥലങ്ങൾ, പുണ്യക്ഷേത്രങ്ങളായ ചതുർധാമങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. തെക്ക് രാമേശ്വരം, തമിഴ്നാട്ടിലാണ്. പടിഞ്ഞാറ് ദ്വാരക, അത് ഗുജറാത്തിലാണ്. വടക്ക് ബദരീനാഥ്, അത് ഹിമാലയത്തിലാണ്.
കിഴക്ക് ജഗന്നാഥപുരി ഒറീസയിൽ. ഈ 4 ധാമങ്ങളും നമുക്ക് ദർശിക്കാൻ സാധിച്ചാൽ അത് വളരെ പുണ്യമാണ്, നല്ലതാണെന്നാണ് പറയുന്നത്. അതേപോലെ 4 ശങ്കരമഠങ്ങളുണ്ട്, ചതുർശങ്കരമഠങ്ങൾ. തെക്ക് ശൃംഗേരി മഠം, പടിഞ്ഞാറ് ദ്വാരകാ മഠം, വടക്ക് ജോഷി മഠം, കിഴക്ക് പുരി മഠം. അങ്ങനെ 4 ശങ്കരാചാര്യ മഠങ്ങളുമുണ്ട്. ചതുർയുഗം അതെല്ലാവർക്കും അറിയാം, നമ്മുടെ ബ്രഹ്മസൃഷ്ടിയിലൊക്കെ നമ്മൾ പറഞ്ഞാണ്. കൃതായുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അത് ഏതാണ്ട് കൃതായുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17,28,000 മനുഷ്യവർഷം വരും. ത്രേതായുഗം എന്ന് പറഞ്ഞാൽ 12,96,000 മനുഷ്യവർഷം വരും. ദ്വാപരയുഗം എന്ന് പറഞ്ഞാൽ 8,64,000 മനുഷ്യവർഷം വരും. കലിയുഗം എന്ന് പറഞ്ഞാൽ 4,32,200 മനുഷ്യവർഷം. കണ്ടോ, 17 അതിൻ്റെ പകുതി, അങ്ങനെ 4,1 കുറഞ്ഞാണ് അത് വരുന്നത്. ഇനി ചതുസ്സമം എന്ന് പറയും. അതായത് ഭഗവാനെ തൊടാനായിട്ട് നമ്മൾ ഈ കളഭങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴും ഭഗവാനെ തൊടാനായിട്ട് ഉണ്ടാക്കുന്ന ഒരു കൂട്ടുണ്ട്, കുറിക്കൂട്ടെന്ന് പറയും. ആ കുറിക്കൂട്ടിനെ ചതുസ്സമം എന്ന് പറയുന്നത്. 4 സംഗതികൾ സമമായിട്ടെടുക്കണം. ചന്ദനം, അകിൽ, കുങ്കുമം, കസ്തൂരി. ഇത് 4ഉം ഒരേപോലെ എടുത്തിട്ട് വേണം കുറിക്കൂട്ടുണ്ടാക്കാനാണ്. ഇന്നിതിൽ കുങ്കുമവും കസ്തൂരിയുടെയൊക്കെ വില വളരെ കൂടുതലായതുകൊണ്ട് അതൊക്കെ വളരെ ചുരുങ്ങിയിട്ട് ചന്ദനവും അകിലും ചേർത്തിട്ട് മഞ്ഞളും ചേർത്ത് തരും. അതാണ് ഇന്ന് കളഭം. ഓക്കെ. ഇനി ചതുർതീർത്ഥങ്ങൾ, 4 തീർത്ഥങ്ങളിൽ നമ്മൾ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ദോഷങ്ങളും പാപങ്ങളും ഒക്കെ മാറുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് കുംഭമേള നടക്കുന്ന 4 തീർത്ഥങ്ങളാണ് അവ. ഒന്ന് മഹാരാഷ്ട്രയിലെ ഗോദാവരി തീരത്ത് നാസിക്. 2 ഹരിദ്വാർ, അത് ഗംഗാതീരത്താണ്. 3 പ്രയാഗ, അത് ത്രിവേണി സംഗമത്തിലാണ്. 4 ഉജ്ജയിനി, അത് ക്ഷിപ്ര നദീതീരത്താണ്. ഈ 4 തീർത്ഥങ്ങൾ അവിടെയാണ്. ഇനി 4ലുള്ളത് ചതുർമുഖൻ അറിയാം, ബ്രഹ്മാവ്. ചതുർഭുജൻ വിഷ്ണു, 4 തലയുള്ള ആളും 4 കൈയുള്ള ആളും ആയി. ചതുരിന്ദ്രിയങ്ങൾ, 4 ഇന്ദ്രിയങ്ങളുണ്ട്. ഇത് നമുക്കൊക്കെ പഞ്ചേന്ദ്രിയങ്ങൾ എന്നാണ് പറയുന്നത്, ഇല്ലേ മനുഷ്യർക്ക്? എന്നാൽ 4 ഇന്ദ്രിയങ്ങളുള്ള ജീവിയുണ്ട്. അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാമ്പാണ്. 4 ഇന്ദ്രിയമുള്ള പ്രാണി സർപ്പം, പാമ്പ്. അതിന് കണ്ണും ചെവിയും ഒന്നാണ് പാമ്പിന്. അതിനുണ്ടാകുന്ന ചതുരിന്ദ്രിയം എന്ന് പറയുന്നത്. അതാണ് രാത്രിയിലൊക്കെ നടക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പാമ്പ് കാണത്തില്ല. കാരണം കണ്ണും കേൾക്കുന്നതും കാണുന്നതും ഒരേ അവയവത്തിൽ കൂടിയാണ്. അതാണ് രാത്രി ശബ്ദം ഉണ്ടാക്കി വടിയൊക്കെ കൊട്ടി ആൾക്കാർ നടക്കുന്നത്. അതുകൊണ്ടാണ് അത്. ഇനി ചതുരംഗ സൈന്യം. ചതുരംഗ സൈന്യം എന്ന് പറഞ്ഞാൽ നമ്മൾ യുദ്ധത്തിലൊക്കെ കേട്ടിട്ടുണ്ട്. ചതുരംഗ സേന ആർമിയിലൊക്കെ ഉള്ളതിൻ്റെ കൂട്ട് അവിടെ ഒരു ഫോർമേഷൻസൊക്കെ ഉണ്ട്, പല ഫോർമേഷൻസ്. ഇതിൽ ആന, കുതിര, തേര്, കാലാൾ, ഇങ്ങനെ 4 രീതിയിലുള്ളതാണ്. ആനകളുടെ ഒരു വിഭാഗം കാണും, കുതിരകളുടെ കാണും, തേരിൽ പോകുന്ന യുദ്ധ വീരന്മാരൊക്കെ കാണും, നടന്നു പോകുന്ന കാലാളും കാണും. ഇവ 4ഉം ചേർന്നതാണ് സൈന്യം എന്ന് നമ്മൾ പറയുന്നത്. ചതുരംഗ സൈന്യം, 4 അംഗങ്ങളുള്ള സൈന്യം. ഇനി അതിനകത്ത് ഒരു അക്ഷൗഹിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പറഞ്ഞു പോകാം, കാരണം പിന്നീട് വേറൊരു അവസരത്തിൽ പറയണ്ട. 1 ആന, 1 തേര്, 3 കുതിര, 5 കാലാൾ. 1 ആന, 1 തേര്, 3 കുതിര, 5 കാലാൾ. ഇതിനെ ചേരുന്ന ഒരു പത്തി എന്ന് പറയും, ഒരു പത്തി. അങ്ങനെ 3 പത്തി ചേരുന്നത് ഒരു സേനാമുഖം. 3 സേനാമുഖം ഒരു ഗുൽമം. 3 ഗുൽമം ഒരു ഗണം. 3 ഗണം ഒരു വാഹിനി. 3 വാഹിനി ഒരു പ്രകൃത. 3 പ്രതന ഒരു ചമു. 3 ചമു ഒരു അനീകിനി. 10 അനീകിനിയാണ് ഒരക്ഷൗഹിണി. അപ്പോൾ എത്ര പേരുണ്ട്? അതായത് 21,870 ആന, 21,870 തേര്, 65,610 കുതിര, 1,09,350 കാലാൾ. ഇത് ചേരുന്നതാണ് ഒരക്ഷൗഹിണി എന്ന് പറയുന്നത്. അങ്ങനെ മഹാഭാരത യുദ്ധത്തിൽ കൗരവപക്ഷത്ത് 11 അക്ഷൗഹിണികളും പാണ്ഡവപക്ഷത്ത് 7 അക്ഷൗഹിണിയും ഉണ്ടായിരുന്നതായിട്ടാണ് കണക്ക്. അങ്ങനെ മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാർ 3,93,660 ആന, 3,93,660 തേര്. ഓരോ തേരിലും ഒരു തേരാളിയുണ്ട്, ഒരു പോരാളിയും ഉണ്ടാവും, അത് ഓർത്തണം. അപ്പോൾ അത്രയും മനുഷ്യരുണ്ട്. കൂടാതെ മനുഷ്യർ
27,55,620 മനുഷ്യർ. ഇതാണ് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ കണക്ക്. ഇതോടുകൂടി ഏതാണ്ട് നമ്മുടെ 4 എന്നുള്ള സംഖ്യയുടെ നാമങ്ങൾ ഏതാണ്ട് കുറേ ഉണ്ട്, എങ്കിലും നമുക്കിവിടെ നിർത്താം. എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്കൊരു 5 or 6 വരെയൊക്കെ പറയാൻ പറ്റൂ. ബാക്കി നമുക്ക് അടുത്ത ഞായറാഴ്ച സൗകര്യം പോലെ ചെയ്യാം, കുഴപ്പമില്ല. 5 എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഖ്യയാണ്. ആദ്യമായിട്ടുള്ളത് പഞ്ചപ്രാണൻ. നമുക്ക് പ്രാണനെക്കുറിച്ച് പറയാം. 5 ഉപപ്രാണനുണ്ട്. മെയിൻ പ്രാണനും ഉപപ്രാണനുണ്ട്. അതിൽ 5 പ്രാണൻ എന്ന് പറഞ്ഞാൽ പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ. ഈ ഓരോ പ്രാണന്മാർക്കും അധിദേവതകളുണ്ട്. പ്രാണന് ഈശ്വരനാണ്, അപാനന് വിശിഷ്ടനാണ്, സമാനന് വിശ്വസൃഷ്ടാവാണ്, ഉദാനന് ദേവത വിശ്വയോനിയാണ്, വ്യാനന് അയോനിജനാണ്, ദേവൻ. അതുപോലെ ഈ ഓരോ പ്രാണനും ഓരോ ഉപപ്രാണനുണ്ട്. നാഗൻ, കൃകരൻ, ദേവദത്തൻ, കൂർമൻ, ധനഞ്ജയൻ എന്ന ദശപ്രാണൻ. അങ്ങനെ 5 മെയിൻ പ്രാണനും 5 ഉപപ്രാണനും. അത് എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞു പോകാം, വേറൊരു അവസരത്തിലാക്കണ്ട, ഇപ്പം തന്നെ പോകട്ടെ. പ്രധാനമായത് പ്രാണൻ ശരീരത്തിൻ്റെ ഹൃദയഭാഗത്തെ അനാഹത ചക്രത്തിൽ ഇരിക്കുന്നു. സർവ്വനാഡീഞരമ്പുകളെയും അംഗങ്ങളെയും ശ്വാസകോശം, ഹൃദയം ഇവയെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് പ്രാണനാണ്. രണ്ടാമത്തേത് അപാനൻ. അപാനൻ നമ്മുടെ മൂലാധാര സ്ഥാനമായ ഗുദഭാഗത്ത് അവിടെയാണ് ഇരിക്കുന്നത്. ചെറുകുടലിൻ്റെ നിയന്ത്രണം, പോഷകങ്ങളെ ആഗീരണം ചെയ്യുക, വൻകുടലിനെ സ്വാധീനിച്ച് വിസർജ്യങ്ങൾ, മലമൂത്രം വിസർജ്യങ്ങളൊക്കെ നയിക്കുക, ഇവയൊക്കെ നിയന്ത്രിക്കുന്നതാണ് അപാനൻ. സമാനൻ മണിപൂരക സ്ഥാനമായ നാഭിയിലാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ദഹനേന്ദ്രിയങ്ങളെ, ആ ദഹന വ്യവസ്ഥയെയൊക്കെ ക്രമീകരിക്കുന്നതാണ് സമാനൻ്റെ ജോലി. ഉദാനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തിൽ തൊണ്ടക്കുഴിയുടെ ഭാഗത്ത് ആണ് ഇരിക്കുന്നത്, അതായത് വിശുദ്ധി ചക്രത്തിൽ. കണ്ണ്, മൂക്ക്, ചെവി, വായ, ത്വക്ക് ഇതിൻ്റെ എല്ലാം കൺട്രോൾ, ഈ ഇന്ദ്രിയങ്ങളുടെയൊക്കെ കൺട്രോൾ ഉള്ളത് ഉദാനനാണ്. അഞ്ചാമത്തെ ആൾ വ്യാനൻ. വ്യാനൻ എന്ന് പറയുമ്പോഴേ അറിയാം, വ്യാപിച്ച് കിടക്കണം, ശരീരമാകെ വ്യാപിച്ച് കിടക്കുകയാണ് ആ ശക്തി. ആ ശക്തിയാണ് വ്യാനൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, അതായത് രക്തചംക്രമണം, സ്പർശന ശക്തി, കൈകാലുകൾക്ക് പ്രവർത്തന ചേതന, ഇതൊക്കെ തരുന്നത് വ്യാനനാണ്. അതേപോലെ 5 പേർക്കും നമ്മൾ ഉപപ്രാണനുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഉപപ്രാണനിൽ ആദ്യത്തേത് പ്രാണൻ്റെ ഉപപ്രാണൻ നാഗനാണ്. നാഗൻ എന്ന് പറയുന്നത് ഭക്ഷണത്തോടൊപ്പം അകത്ത് കടന്ന് ആ ഭക്ഷണത്തിൻ്റെ ദഹനക്രിയയെ നമ്മളെ സഹായിച്ച് അത് ദഹനക്രിയ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏമ്പക്കമായിട്ട് വെളിയിൽ പോകും. അങ്ങനെ ഏമ്പക്കമായിട്ട് പോകുന്നതാണ് നമ്മൾ നാഗൻ എന്ന് പറയുന്നത്. അടുത്ത കൃകരൻ. മൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൂക്കിൽ സ്ഥിതി എന്ന് വെച്ചാൽ അനാവശ്യ വസ്തുക്കളെ ശരീരത്തിൽ കടക്കാൻ അനുവദിക്കാതെ തുമ്മലായിട്ട് പുറത്തു പോകും. എന്തെങ്കിലും ഒരു പൊടിയോ കാര്യങ്ങളോ നമ്മുടെ പരാഗങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ തുമ്മി പോകുന്നുണ്ട്. അത് ഈ കൃകരനാണ് കൺട്രോൾ ചെയ്യുന്നത്, അകത്തോട്ട് കയറ്റി വിടത്തില്ല, തുമ്മൽ കൂടി വിടും. അടുത്ത ദേവദത്തൻ ശരീരത്തെ വിശ്രമത്തിന് ആവശ്യമാകുന്ന അറിയിക്കണം. അപ്പോൾ നമുക്ക് ശരീരം ടയേർഡായി കഴിഞ്ഞാൽ നമുക്ക് വിശ്രമിക്കണമെന്ന് കാണിക്കാനായിട്ട് കോട്ടുവായായിട്ട് വരും. ഇപ്പോൾ ഒരാൾ കോട്ടുവാ വിടുന്നത് കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ബോഡി അയാൾക്ക് വിശ്രമം ചോദിച്ചു എന്നുള്ളത് ഉറപ്പാണെന്നുള്ളതാണ്. അടുത്ത കൂർമൻ എന്ന് പറയുന്ന പ്രത്യേകിച്ച് കണ്ണിൻ്റെ രക്ഷയാണ്. കണ്ണിൽ പൊടിയൊന്നും കൂടാതെ പ്രത്യേക ഈമകൾ അടയുന്നതും കണ്ണിൽ വേണ്ട നനവുകൾ ഉണ്ടാക്കുന്നതും അതെല്ലാം കൂർമനാണ്. രാത്രി ഉറങ്ങുന്ന സമയത്ത് റെസ്റ്റ് കൊടുക്കുന്നതൊക്കെ കൂർമനാണ്. അടുത്ത് ധനഞ്ജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ജോലി അവസാനമേ ഉള്ളൂ. മരണസമയത്ത് ബാക്കി ഈ പറഞ്ഞ 9 പ്രാണൻ, 5 പ്രാണങ്ങൾ, ഈ പ്രാണൻ എല്ലാം ശരീരത്തിൽ നിന്ന് വിട്ടുപോയാലും ശരീരത്തിൽ ആത്മാവിനെ സ്ഥൂല ശരീരം വിടുന്നത് വരെ, ചിലപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കണ്ണും ലിവറും അതും ഇതും ഹാർട്ടും ഒക്കെ ഇപ്പോൾ മാറ്റി വെക്കുന്നില്ലേ, ആ അവയവം മരിക്കുന്നില്ല. അതിലൊക്കെ ഈശ്വര ചൈതന്യം, ജീവൻ നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം പൂർണ്ണമായിട്ട് പോയി എന്ന് കഴിഞ്ഞാൽ മാത്രമേ ധനഞ്ജയൻ പോകും. ധനഞ്ജയൻ പോയി കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ചൂട് പോകും. അതാണ് മരണത്തിൻ്റെ ഉറപ്പിക്കുന്നത് ധനഞ്ജയൻ. ഇതാണ് പഞ്ചപ്രാണൻ കുറച്ച് കൂടുതൽ ഉണ്ട്. ഇനി പഞ്ചജനം, 5 രീതിയിലുള്ള ആൾക്കാർ, ജനങ്ങൾ എന്നാണ് പറയുന്നത്. ഒന്ന് ദേവന്മാർ,
മനുഷ്യർ, ഗന്ധർവന്മാർ, നാഗങ്ങൾ, പിതൃക്കൾ. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ പഞ്ചകലകളാണ്. നിവൃത്തി എന്ന് പറഞ്ഞാൽ ഒന്നുമായിട്ട് ബന്ധമില്ലാത്ത ചില കലകൾ. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ സങ്കല്പം, മനുഷ്യൻ്റെ സങ്കല്പങ്ങളാണ്. വിദ്യ, നമ്മൾ ശാസ്ത്രീയമായി അഭ്യസിക്കുന്ന കാര്യങ്ങളെ വിദ്യ എന്ന് പറയും. പൂജാകർമ്മത്തിൽ കൂടി നേടുന്നതിനെ ശാന്തി എന്ന് പറയും. പിന്നെ ധർമ്മഗ്രന്ഥങ്ങളിൽ കൂടി പഠിക്കുന്നതിനെ ശാസ്ത്രരീതി. അങ്ങനെ നിവൃത്തി, പ്രതിഷ്ഠ, വിദ്യ, ശാന്തി, ശാസ്ത്രരീതി, ഇതാണ് പഞ്ചകലകൾ. മനുഷ്യ ശരീരത്തിൽ പഞ്ചകോശങ്ങൾ. അടുത്തത് പഞ്ചകോശമാണ്. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. അങ്ങനെ മനുഷ്യ ശരീരത്തിലെ 5 കോശങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി 5 ഗുണങ്ങളാണ്. ഗുണമെന്ന് വെച്ചാൽ വിഷയം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഗുണം എന്ന് പറയുന്നത്. രൂപം, രസം, ഗന്ധം, സ്പർശം, ശബ്ദം. ഇതിനെ 5നെയാണ് പഞ്ചഗുണങ്ങൾ. ഒന്നുകൂടെ പറയാം: രൂപം, രസം, ഗന്ധം, സ്പർശം, ശബ്ദം. ഇനി പഞ്ചതിക്തം. പഞ്ചതിക്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്പ്പരസത്തിനെയാണ് തിക്തം എന്ന് പറയുന്നത്. അത് ആയുർവേദത്തിലൊക്കെ വരുന്നതാണ് പഞ്ചതിക്തം എന്ന് പറയുന്നത്. അത് വേപ്പ്, പടവലം, പുത്തരിച്ചുണ്ട, അമൃത്, ആടലോടകം. ഇത് 5 കൂടെ ചേരുന്നതിനാണ് പഞ്ചതിക്തം. ചില കഷായങ്ങളിലൊക്കെ എഴുതും പഞ്ചതിക്താരിഷ്ടം എന്നാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഏതാണ്ട് വലിയ സാധനമാണ് പഞ്ചതിക്താരിഷ്ടം. ഇത് 5 തന്നെയാണ്: വേപ്പ്, പടവലം, പുത്തരിച്ചുണ്ട, അമൃത്, ആടലോടകം. ഇനി അതുപോലെ വാദ്യങ്ങളിൽ ഗീത്യാംഗം, സംഗീതത്തിലൊക്കെ അംഗങ്ങൾ 5ആണ്: കൊട്ട്, പാട്ട്, നൃത്തം, വിദൂഷക ഭാഷണം, പുരാണ വായന. ഇനി 5 നഖം ഉള്ള ജീവികൾ: കടുവ, ആന, ആമ, ഉടുമ്പ്, മുയൽ, സിംഹം. ഇതൊക്കെ 5 നഖമുള്ള ജീവികളാണ്. മറ്റു ചിലതിന് 2ഉം 3ഉം 4ഉം ഒക്കെ ഉള്ളതുണ്ട് കേട്ടോ. ഇനി ദേവപ്രീതിക്കായിട്ട് നമ്മൾ ഉഴിയുന്ന ചിലപ്പം ഒഴിയത്, ആ ഒഴിയുന്നതിന് പഞ്ചനീരാഞ്ജനം എന്ന് പറയും. നീരാഞ്ജനം ഒക്കെ ഒഴിയാറുണ്ട്. അതിന് ദേവപ്രീതിക്കായിട്ട് ചെയ്യുന്നതാണ്. വിളക്ക്, താമരപ്പൂവ്, വസ്ത്രം, മാങ്ങ, വെറ്റില. ഇതും 5 സാധനങ്ങളാണ് നമുക്ക് എന്തെങ്കിലും ദേവപ്രീതിക്കായിട്ട് നമ്മൾ ഉഴിഞ്ഞ് സമർപ്പിക്കാൻ പറ്റുന്നത്. ഒന്നുകൂടി പറയാം: വിളക്ക്, താമരപ്പൂവ്, വസ്ത്രം, മാങ്ങ, മാമ്പഴം, വെറ്റില. ഇത് 5ഉമാണ്. ഇനി പഞ്ചലവണം. 5 ലവണങ്ങളാണ്. ഉപ്പാണ് ലവണം എന്ന് പറയുന്നത് പ്രധാനമായിട്ട്. വിളയുപ്പ്, മരക്കലയുപ്പ്, കാരുപ്പ്, വെടിയുപ്പ്, ഇന്ദുപ്പ്. ഇത് വിളയുപ്പ് നമ്മൾ കടൽ വെള്ളം കയറ്റി വിളയിച്ച് ഉണക്കിയെടുക്കുന്നത്. മരക്കലയുപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഷിപ്പും ഇതൊക്കെ കടൽ കൂടി പോകത്തില്ലേ, കുറേ കാലം കഴിയുമ്പോൾ ഷിപ്പിൻ്റെയൊക്കെ പുറത്ത് ഇങ്ങനെ ഉപ്പടിഞ്ഞ് കട്ടയായിട്ട് വരും. അതിനെയാണ് മരക്കല ഉപ്പ്. ശരിക്കും ഇപ്പോഴും ഷിപ്പ് നമ്മൾ പറയുന്നെങ്കിലും പണ്ട് വള്ളവും തോണികളും ഒക്കെ മാത്രമേ ഉള്ളൂ. അതിലടിയുന്നതിനെയാണ് മരക്കല ഉപ്പ്. സമുദ്രത്തിൽ കിട്ടുന്ന ഉണ്ടാകുന്നൊരു ബ്ലാക്ക് സോൾട്ട് ഉണ്ട്, അതിനെയാണ് കാരുപ്പ് എന്ന് പറയുന്നത്. വെടിയുപ്പ് എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന സാധനമാണ്. ഇന്ദുപ്പ് ഒരു മല പോലുള്ള ഉപ്പിൽ നിന്ന് ഹിമാലയ പർവ്വതത്തിലൊക്കെ പല സ്ഥലങ്ങളുണ്ട്, അവിടെ നിന്നാണ് ഇന്ദുപ്പ് എടുക്കുന്നത്. ഇനി മലയാളത്തിൽ നമുക്ക് നമ്മുടെ ഭാഷയിൽ 5 മഹാകവികളാണുള്ളത്. അത് മലയാളത്തിൽ 5 പേര്: അഴകത്തു പത്മനാഭക്കുറുപ്പ്, 2 വള്ളത്തോൾ നാരായണ മേനോൻ, 3 ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, 4 KC കേശവപിള്ള, 5 പന്തളം കേരളവർമ്മ. ഇവരെ 5 പേരെയാണ് പഞ്ചമഹാകവികളായിട്ട് മലയാളത്തിൽ അറിയപ്പെടുന്നത്. ഇതേപോലെ പഞ്ചമഹാകവികൾ സംസ്കൃതത്തിനുണ്ട്. അവരാണ് കാളിദാസൻ, ശ്രീഹർഷൻ, ഭാരവി, ഭട്ടി, മാഘൻ. ഇവരെ 5 പേരും സംസ്കൃതത്തിലെ പഞ്ചമഹാകവികളായിട്ട് അറിയുന്നു. ഇനി പഞ്ചവാദ്യങ്ങളിൽ തദം, വിതതം, ഘനം, സുഷിരം, ഗാനം. ഇതിൻ്റെ അത് ഏതാണെന്ന് കാണിക്കാനായിട്ട് അതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് പറയുകയാണെങ്കിൽ തദം എന്ന് പറഞ്ഞാൽ വീണ, വിതതം വേണു പുല്ലാങ്കുഴൽ, ഘനം മൃദംഗം, കട്ടിയുള്ള സാധനം മൃദംഗമാണ്, സുഷിരം ഊതുന്ന ശംഖ് ആണ്, ഗാനം എന്ന് പറഞ്ഞാൽ പാടകങ്ങൾ പാടുന്ന ഇതിനൊക്കെയാണ്. അല്ല വാദ്യത്തിൽ പഞ്ചവാദ്യത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെണ്ട, കുറുങ്കോൽ, തിമില, ഇടയ്ക്ക, ഡമാനം. ഇതിനെയാണ് പഞ്ചവാദ്യങ്ങൾ പറയുന്നത്. അതേപോലെ പഞ്ചവൃക്ഷങ്ങൾ.
പഞ്ചവൃക്ഷം എന്ന് പറഞ്ഞാൽ ധാരാളം വൃക്ഷങ്ങൾ കാണുന്നതിലും 5 വൃക്ഷങ്ങളെ ദേവവൃക്ഷമായിട്ടാണ് നമ്മൾ കാണുന്നത്. ദേവവൃക്ഷം. ഈ ദേവവൃക്ഷങ്ങൾ ഒന്ന് മന്ദാരം, പാരിജാതം, സന്താനം, കൽപ്പവൃക്ഷം, ഹരിചന്ദനം. ഇങ്ങനെ ഈ 5 എണ്ണത്തെയാണ് ദേവവൃക്ഷങ്ങൾ, പഞ്ചവൃക്ഷങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ധ്യാനത്തിലൊക്കെ പോകുമ്പോൾ പഞ്ചസാധനങ്ങളാണ് ആവശ്യം ഒരു പൂജയിലോ ധ്യാനത്തിലോ ഒക്കെ. ഒന്ന് ആസനം, ഇരിക്കാനുള്ള സ്ഥലം, യോഗപട്ടം വിരിച്ചിട്ടിരിക്കുന്നത്, ദണ്ഡം, കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ജപിക്കാനുള്ള ഇതാണ് ദണ്ഡം, കമണ്ടലു, വെള്ളം കൊണ്ടു നടക്കാൻ കമണ്ടലു വേണം, ഒരു ജപമാല വേണം. ഇത് 5ഉമാണ് നമുക്ക് ആവശ്യം. ആസനം, യോഗപട്ടം, ദണ്ഡം, കമണ്ടലു, ജപമാല. ഇനി പഞ്ചസുഗന്ധകം, നല്ല സുഗന്ധം തരുന്ന 5 വസ്തുക്കളാണ്. ഒന്ന് കരയാമ്പു, നമ്മൾ ഗ്രാമ്പു എന്ന് പറയും. 2 ജാതിക്കായ, 3 ജാതിപത്രി, 4 കർപ്പൂരം, 5 ഏലക്ക. ഇതാണ് സുഗന്ധം തരുന്ന 5 ഇത്. ഇനി സപ്തസ്വരങ്ങൾ, സംഗീതത്തിലൊക്കെ നമ്മൾ സപ്തസ്വരങ്ങൾ, പഞ്ചമം എന്ന് പറഞ്ഞൊരു സംഗീതം അല്ലേ? ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ഷഡ്ജം, സപ്തമം, അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ 5ാമത്തേതാണ് പഞ്ചമം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാഭി, ഉരസ്, ഹൃദയം, കണ്ഠം, മൂർധാവ്, ഈ 5 സ്ഥലത്ത് തട്ടി വരുന്ന ശബ്ദമായതുകൊണ്ടാണ് അതിനെ പഞ്ചമം എന്ന് പറയുന്നത്. ശുദ്ധ പഞ്ചമം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ് പഞ്ചമം. ഇനി ആയുർവേദത്തിലെ പഞ്ചസുരഭി എന്ന് പറയും. കൊട്ടം, കുന്തിരിക്കം, തകരം, അകിൽ, കടമ്പ്, അതാണ് പഞ്ചസുരഭി. ഇനിയോ 5 ആത്മാക്കൾ, പഞ്ച ആത്മാക്കൾ. ഒന്ന് അന്തരാത്മാവ്, ജീവാത്മാവ്, തത്വാത്മാവ്, ഭൂതാത്മാവ്, മന്ത്രാത്മാവ്. ഇതെല്ലാം മനുഷ്യരിലുള്ളതല്ല. അന്തരാത്മാവും ജീവാത്മാവും പരമാത്മാവുമാണ് മനുഷ്യരിൽ ഇരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഓരോ സംഗതികളിലും ആത്മാക്കളുണ്ട്. ഇതെല്ലാം യോജിപ്പിച്ച് നിർത്തുന്ന, ഒരു തുള്ളി വെള്ളമാണെങ്കിലും അതിനെ യോജിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ശക്തി കൊണ്ടാണ് അല്ലേ? ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്നിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിലും ഉണ്ടൊരു ആത്മാവ്, അതാണ് ഭൂതാത്മാവായിട്ട് വരുന്നത്. ഈ മന്ത്രജപത്തിൽ കൂടി നമ്മൾ മന്ത്രം ജപിച്ചിട്ട് ചില ശക്തികളെയൊക്കെ നമ്മൾ സൃഷ്ടിക്കും. ഘോരമന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ട് ആവാഹിച്ച് നമ്മളവിടെ ഉണ്ടാക്കും. അത് മന്ത്രാത്മാവായിരിക്കും. ആ മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ടായിരിക്കും ആ രൂപം അവിടെ ഉണ്ടാകും. അതിനെ മന്ത്രാത്മാവെന്നാണ് പറയുന്നത്. ഇനി പഞ്ചവൽക്കലം. വൽക്കലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷത്തിൻ്റെ തൊലി, അതിനാണ് വൽക്കലം എന്ന് പറഞ്ഞത്. കാരണം പണ്ട് കാലത്ത് ഈ ആൾക്കാർക്ക് ഉടുക്കാനൊക്കെ വസ്ത്രങ്ങൾക്ക് പകരമായിട്ട് വസ്ത്രത്തിൻ്റെ തൊലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഒക്കെ വനവാസത്തിന് പോകുമ്പോൾ വൽക്കലം കൊടുത്തു നമ്മൾ പറഞ്ഞിട്ടില്ലേ? അതിതാണ് ഈ തൊലി കൊണ്ട്, മരത്തിൻ്റെ തൊലി കൊണ്ടുള്ള വസ്ത്രത്തിനെയാണ് വൽക്കലം എന്ന് പറയുന്നത്. അതിൽ 5 വൃക്ഷമാണ് ഉപയോഗിക്കുന്നത്. പേരാൽ, അരയാൽ, അത്തി, ഇത്തി, കല്ലാൽ. ഇങ്ങനെ 3 ആലിൻ്റെയും അത്തി, ഇത്തി, ഇതിൻ്റെ തൊലിയാണ് ചതച്ച് എടുത്തിട്ട് വസ്ത്രമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അലങ്കാരങ്ങൾക്കെടുക്കുന്നത് പഞ്ചഭോഗം. നമ്മുടെ കല്യാണത്തിനൊക്കെ വലിയ പന്തലൊക്കെ അലങ്കരിക്കുകയൊക്കെ ചെയ്താൽ, ഉത്സവങ്ങൾക്കൊക്കെ ക്ഷേത്രങ്ങളൊക്കെ അലങ്കരിക്കും. അത് പഞ്ചഭോഗങ്ങളുണ്ട്. കൊമ്പ് ചക്ക, കുലത്തേങ്ങ, കുല അടയ്ക്ക, കുലവാഴ, വെട്ടോല, അത് തളിരോലകൾ, വാഴക്കൊല, അടയ്ക്ക, തേങ്ങയുടെ ഒരു കുല തേങ്ങ, ചക്ക, കൊമ്പ് ചക്ക, ഇതൊക്കെയാണ് ഈ അലങ്കാരങ്ങൾക്ക്, പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾക്കൊക്കെ അലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഇനി പഞ്ചാമൃതം. പഞ്ചാമൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽ, തൈര്, നെയ്യ്, തേൻ, പഞ്ചസാര. ഇനി വേറെ ഒരു രീതി നമ്മൾ പഞ്ചാമൃതം ഉണ്ടാക്കുമ്പോൾ പഴം, തേൻ, ശർക്കര, നെയ്യ്, മുന്തിരിങ്ങ ഇതുപയോഗിച്ചും പഞ്ചാമൃതം ഇപ്പോഴുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ശരിയായ ഒറിജിനൽ പഞ്ചാമൃതം പാൽ, തൈര്, നെയ്യ്, തേൻ, പഞ്ചസാര. പഞ്ചലോഹം. സ്വർണം, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, ഈയം. അതെല്ലാവർക്കും അറിയാം. പഞ്ചേന്ദ്രിയങ്ങൾ, അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞത്. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. കണ്ണുകൊണ്ട് കാണാനും, ചെവി കൊണ്ട് ശബ്ദം കേൾക്കാനും, മൂക്ക് കൊണ്ട് ഗന്ധം ഘ്രാണേന്ദ്രിയം, നാക്ക് രസനേന്ദ്രിയം, ത്വക്ക് സ്പർശനേന്ദ്രിയം. അങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ. ഇനി 5 ആയുധം. ഭഗവാനെ പഞ്ചായുധപാണി എന്നാണ് മഹാവിഷ്ണുവിനെ പറഞ്ഞത്. മഹാവിഷ്ണുവിന് 4 കരങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിന് 5 ആയുധമുണ്ട് അദ്ദേഹത്തിൻ്റെ ഏത് സമയത്തും ഉപയോഗിക്കാനായിട്ട്. ശംഖം, ചക്രം, ഗദ, ശാർങ്കം, ഖഡ്ഗം, ഇങ്ങനെ 5 എണ്ണമാണുള്ളത്.
ഇനി അടുത്തത് പഞ്ചിക എന്ന് പറയും. പഞ്ചിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമൻ്റെ അനുചരനായ ചിത്രഗുപ്തൻ മനുഷ്യരുടെ പ്രവർത്തികൾ കുറിച്ച് വെക്കുന്ന പുസ്തകം. അയാൾ റെക്കോർഡ് ബുക്കുണ്ട്. ആരെന്തൊക്കെ ചെയ്തു, എന്ത് ഗുണം ചെയ്തു, എന്ത് ദോഷം ചെയ്തു, എന്ത് പാപം ചെയ്തു, ഇതൊക്കെ കുറിച്ച് വെക്കുന്ന ഒരു ബുക്കുണ്ട് ആളിന്, ചിത്രഗുപ്തന്. അതിൻ്റെ പേരാണ് പഞ്ചിക എന്ന് പറയുന്ന ബുക്ക്. നോക്കണേ, ആ ബുക്കിനും പേരുണ്ടേ. ഇനി ഐങ്കരൻ. ഐങ്കരൻ എന്ന് പറഞ്ഞാൽ 5 കരമുള്ള ഇത്. അത് ഗണപതിയാണ് പറയുന്നത്. 4 തൃക്കൈകളും തുമ്പിക്കരവും കൂടെ ചേർന്നതുകൊണ്ടാണ് ഗണപതിയെ ഐങ്കരൻ എന്ന് പറയുന്നത്. ഇനി കഴിഞ്ഞ ഒരു പൂജയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഷോഡശോപചാരം, സപ്തോപചാരം, ഏകോപചാരം, പഞ്ചോപചാര പൂജ നമ്മൾ പറഞ്ഞു. ആ പഞ്ചോപചാര പൂജയിൽ ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നിവേദ്യം, ഇതിനെ വിശദമായിട്ട് നമ്മൾ 16-ാം നമ്പർ വരുമ്പം ഷോഡശോപചാരത്തിൽ പറയാം. പിന്നെ പഞ്ചഗവ്യം. പഞ്ചഗവ്യം എന്ന് പറഞ്ഞാൽ പശുവിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളെയാണ്. പാൽ, തൈര്, നെയ്യ്, ഗോമൂത്രം, ചാണകം, ഇത് 5ഉം കൂടെ ചേരുന്നതാണ് പഞ്ചഗവ്യം എന്ന് പറയുന്നത്. ഇനി പഞ്ചകന്യക. സ്ത്രീകളിൽ 5 സ്ത്രീകൾ നിത്യ യൗവന ആയിട്ടുള്ളവരാണ്. എന്നും യൗവനം, അവർക്ക് വാർദ്ധക്യം, നേരത്തെ പറഞ്ഞ യൗവനം, വാർദ്ധക്യം ഒന്നും, അവർ നിത്യ യൗവനമായിരുന്നു. അങ്ങനെ 5 കന്യകളാണ് പഞ്ചകന്യക എന്നുള്ളത്. അതാണ് അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി. അഹല്യ അറിയാമല്ലോ, ഗൗതമൻ്റെ പത്നിയാണ്. ദ്രൗപദി അറിയാം, സീത ശ്രീരാമ സ്വാമിയുടെയാണ്. താര ബാലിയുടെ ഭാര്യയാണ്, ബാലിയുടെ ഭാര്യയാണ് താര. മണ്ഡോദരി രാവണൻ്റെ ഭാര്യയാണ്. അതല്ല, ഈ എന്ത് പാതകങ്ങൾ, വലിയ ദോഷങ്ങളും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് അകലാനായിട്ട് ഇവരെ പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് പറയുന്നത്. പാതകങ്ങൾ അകലാൻ ഇവരെ സ്മരിക്കുകയാണെന്ന് പറയുന്നത്. അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി. ഇനി പഞ്ചമുഖൻ. പഞ്ചമുഖൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്. ശിവൻ 5 മുഖമാണ്. ഈശാനം, തത്പുരുഷം, വാമദേവം, സദ്യോജാതം, അഘോരം. അതായത് വടക്കേ വശത്ത് വടക്കോട്ടുള്ള തലയാണ് ഈശാനം, കിഴക്കോട്ടുള്ളത് തത്പുരുഷം, തെക്കോട്ടുള്ളത് വാമദേവം, പടിഞ്ഞാറോട്ടുള്ളത് സദ്യോജാതം. എന്നാൽ മുകളിലോട്ടൊരു തലയുണ്ട്, അത് ജഡയായിട്ട് വടക്കേ ഭാഗത്തോട്ട് കിടക്കും. അതും ഭഗവാന്റെ ശിവൻ്റെ ശിരസായിട്ടാണ് കാണുന്നത്. അങ്ങനെ 5 മുഖം എന്നാണ് ശിവനെ അറിയപ്പെടുന്നത്. ഇനി നമസ്കാരമാണ്. സ്ത്രീകൾക്ക് പഞ്ചാംഗ നമസ്കാരം, പുരുഷന്മാർക്ക് സാഷ്ടാംഗ നമസ്കാരമാണ്. സ്ത്രീകൾക്ക് 5 അംഗങ്ങൾ കൊണ്ടാണ് നമസ്കരിക്കുന്നത്. 2 കൈകൾ, 2 കാൽമുട്ടുകൾ, നെറ്റി. അപ്പോൾ മുട്ടുകുത്തി കൈയും കുത്തി തല തൊട്ട് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് നമസ്കാരം. അതാണ് പഞ്ചാംഗ നമസ്കാരം. ഇനി പഞ്ചക്ലേശങ്ങൾ, 5 ക്ലേശങ്ങൾ: അവിദ്യ അറിവില്ലായ്മ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം. ഇതാണ് 5 ക്ലേശങ്ങൾ. ഇനി പഞ്ചപുച്ഛം അടക്കി നിൽക്കുക എന്നൊക്കെ പറയും. പുച്ഛം എന്ന് വെച്ചാൽ എന്നുള്ളതാണ്. അത് 2 കൈകൾ, വായ്, മൂക്ക്, ഗുഹം, ഇതാണ് ശരീരത്തിലെ പുച്ഛങ്ങൾ. ഇപ്പോൾ പഞ്ചപുച്ഛം അടക്കി നിൽക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ 5 പുച്ഛങ്ങളെയാണ്. ഇനി ദിവാസന്ധ്യകളാണ്. നമ്മൾ നേരത്തെ ത്രിസന്ധ്യ കണ്ടു. അതിൽ ശരിക്കും 5 എണ്ണമുണ്ട്. പ്രാതകാലം, സംഗമം, മധ്യാഹ്നം, അപരാഹ്നം, സായാഹ്നം. അതിനകത്ത് സംഗമവും അപരാഹ്നവും ഇപ്പോൾ വന്നതാണ്. ആദ്യം നമ്മൾ പ്രാതകാലവും മധ്യാഹ്നവും സായാഹ്നവും കണ്ടിരുന്നു. ഇത് സംഘവും. ഇടയ്ക്കുള്ള സമയത്തെയും നമ്മൾ ദിവാസന്ധ്യകളായിട്ട് ചില പൂജകളിലൊക്കെ ആ സമയത്ത് ചെയ്യേണ്ട ചില പൂജകളുണ്ട്. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ വിളിച്ചത്. ഇനി പഞ്ചബാണങ്ങൾ. കാമദേവൻ്റെ കയ്യിൽ 5 ബാണങ്ങളാണ്. അവയുടെ യോഗാരൂഢികമായ പേരുകളും പറയാം. 1 താമര, ഉന്മാദനമാണ്. അശോകം താപനമാണ്. ചൂതം എന്ന് പറഞ്ഞാൽ മാമ്പൂവ്, അത് ശോഷണമാണ്. നവമാലിക, അത് സ്തംഭിപ്പിക്കുന്നതാണ്. നീലോൽപ്പലം, അത് സമ്മോഹനം. അതാണ് 5 ബാണങ്ങൾ, കാമദേവൻ്റെ കയ്യിലെ ബാണങ്ങൾ. ഇനി നിയമങ്ങളും യമനിയമങ്ങൾ 5 എണ്ണമാണ്. അതായത് യമം എന്ന് പറഞ്ഞാൽ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ഇനി നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം. ഇനി ചികിത്സയുടെ അതോടുകൂടി 5ൻ്റെ കഴിയും. നമുക്ക് 5ഓടുകൂടി ഇന്നത്തെ നമ്മുടെ സത്സംഗം നിർത്താം. ശരീരത്തെ 5ആയി തിരിച്ചിട്ടാണ് ചികിത്സ ചെയ്യുന്നത്. അതിൽ പഞ്ചകോശങ്ങൾ നേരത്തെ നമ്മൾ കണ്ടു. അത് ഹേതുവായിട്ടാണ് ചെയ്യുന്നത്. 1
അസ്ഥി, മാംസം, ഞരമ്പ്, ത്വക്ക്, രോമം. ഇതിന് കാരണം അവിടെ അസുഖങ്ങൾ വരാൻ കാരണം പൃഥ്വിയാണ്, ഭൂമിയിലെ വസ്തുക്കൾ കൊണ്ടാണ് അതുണ്ടാകുന്നത്. ശുക്ലം, രക്തം, മൂത്രം, ഉമിനീർ, വിയർപ്പ്. ഇതിന് കാരണം ജലമാണ്. വിശപ്പ്, ദാഹം, ക്ഷീണം, ഉഷ്ണം, കാന്തി ഇത് തേജസ് കൊണ്ടുണ്ടാകുന്നതാണ്. ഇനി എഴുന്നേൽക്കാൻ ഉള്ള കഴിവ്, ഇരിക്കാനുള്ള കഴിവ്, ഓട്ടം മുതലായതിനുള്ള കഴിവ് അത് വായുവാണ് തരുന്നത്. കാമം, ക്രോധം, ഭയം, ശോകം, മോഹം ഇത് ആകാശമാണ് തരുന്നത്. ഈ ഇത്രയും ചേർന്ന് ഈ അഞ്ചായി തിരിച്ച് ഇത്രയും 25 സാധനങ്ങൾ ചേരുന്നതാണ് ശരീരം. ശരീരത്തിൽ ഇത്രയും കാര്യങ്ങളുണ്ടെന്നുള്ളതാണ് 5. അപ്പോൾ ഇത് ഇന്നിപ്പോഴേ 18-ൽ 5 വരെയുള്ള സംഖ്യകൾ പോകാൻ പറ്റി. നമുക്ക് അടുത്ത സൗകര്യം പോലെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഇവിടെ റെഡിയാണ് കാര്യങ്ങൾ, നമുക്ക് പറയാം, ഏതാ ഒരു ദിവസം പറഞ്ഞേക്കാം. അപ്പോൾ ഇന്ന് സാധാരണ പോലെ തന്നെ ഇന്ന് നമ്മളെ സത്സംഗം അവസാനിപ്പിക്കുന്നത് നമ്മുടെ നാരായണീയവും അവരെ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമമൊക്കെ ജപിക്കുന്ന സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ, അതായത് 1650 മുതൽ 1745 വരെ 95 വർഷം തഞ്ചാവൂരിൽ വസിച്ചിരുന്ന തല്ലവജുല ഗോവിന്ദ ശാസ്ത്രലു എന്ന പേര്, അദ്ദേഹത്തിൻ്റെ പേര് തല്ലവജുല ഗോവിന്ദ ശാസ്ത്രലു. ഈ മഹാത്മാവിനെ പൊതുവെ അറിയപ്പെടുന്നത് നാരായണ തീർത്ഥർ എന്നാണ്. ഈ നാരായണ തീർത്ഥർ രചിച്ച ഒരു കർണാടക സംഗീതത്തിൽ ഒരുപാട് ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം രചിച്ചതിൽ വളരെ പ്രധാനമായ ഒരു കീർത്തനമുണ്ട്. അതായത് 29-ാം മേളകർത്താരാഗമായ ധീരശങ്കരാഭരണത്തിൻ്റെ ജന്യരാഗമായ നീലാംബരിയിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മാധവ മാമവ ദേവ കൃഷ്ണ എന്നുള്ളതാണ്. ഇത് നമ്മുടെ സ്ത്രീജനങ്ങൾ ഇപ്പം നമുക്ക് വേണ്ടി ഇതിലൊക്കെ അധികം നമുക്ക് ശ്രദ്ധയോടുകൂടി ഈശ്വരനെ ധ്യാനിച്ച് നമുക്കിരിക്കാം. यादव कृष्ण यदुकुल कृष्ण माधव मामव देव कृष्ण यादव कृष्ण यदुकुल कृष्ण माधव मामव देव कृष्ण साधु जन
കൃഷ്ണ